ഹലോ എവരി വൺ. പ്ലസ് ടുവിൽ ഏറ്റവും എളുപ്പത്തിൽ 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. അതിൻ്റെ ഉള്ളിലെ ഗ്രാഫ് പ്രോബ്ലം തന്നെ പഠിച്ചാൽ 6 മാർക്ക് ഷുവറായിട്ടും കിട്ടും. ഈ ചാപ്റ്ററിന് ഒന്നെങ്കിൽ ഗ്രാഫ് പ്രോബ്ലമോ അല്ലെങ്കിൽ ചെറിയ 2 മാർക്കിനുള്ള ചെറിയ സോൾവിങ് പ്രോബ്ലംസോ മാത്രമേ ചോദിക്കുകയുള്ളൂ. പക്ഷേ 6 മാർക്കോളം ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. മാത്സിലെ ഇന്റഗ്രൽ എന്ന ചാപ്റ്റർ എടുത്തു നോക്കിയാലും 6 മാർക്ക് തന്നെയാണ് അതിനും വെയിറ്റേജ്. അതേപോലെ ലീനിയർ പ്രോഗ്രാമിങ്ങും 6 മാർക്കാണ് വെയിറ്റേജ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. സോൾവ് ദ ഫോളോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. മാക്സിമൈസ് z is equal to 4x plus y subject to constraints x plus y less than or equal to 50, 3x plus y less than or equal to 90, x greater than or equal to 0, y greater than or equal to 0. നമുക്ക് ആൻസറിലേക്ക് കടക്കാം. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50, 3x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50യെ നമുക്ക് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 50 എന്ന് എഴുതാം. അപ്പോൾ എക്സ് ആൻഡ് വൈ, ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഇപ്പോൾ എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ എക്സിനും വൈനും ആൾട്ടർനേറ്റ് ആയി 0 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ എക്സിന് 0 കൊടുത്താൽ വൈക്ക് എത്ര വാല്യൂ കിട്ടുമെന്നും വൈക്ക് 0 കൊടുത്താൽ എക്സിന് എത്ര വാല്യൂ കിട്ടുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ലൈന് വരക്കുന്നത് എളുപ്പമായിരിക്കും. സോ എക്സ് ആൻഡ് വൈ, എക്സിന് 0 കൊടുത്താൽ വൈ, ഈ ഇക്വേഷനിൽ എക്സിന് 0 കൊടുത്താൽ വൈയുടെ വാല്യൂ എത്രയായിരിക്കും? എക്സിനോട് 0 കൊടുത്താൽ 0 പ്ലസ് 50 ഈസ് ഈക്വൽ ടു 50. സോ എക്സിന് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈയുടെ വാല്യൂ 50 ആയിരിക്കും. അതേപോലെ വൈ എന്ന നമ്പറിന്, വൈ എന്ന അക്കത്തിന് 0 കൊടുത്താൽ എക്സിന്റെ വാല്യൂ സ്വാഭാവികമായിട്ടും 50 ആയിരിക്കും. സോ 50 പ്ലസ് 0 വുഡ് ബി 50. സോ എക്സ് 50 ആയിരിക്കും, വൈ 0 ആയിരിക്കും. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ 50യും എക്സിന് 50 കൊടുക്കുമ്പോൾ വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് 50യുമായി കിട്ടുന്നു. പിന്നെ ഈ ഇക്വേഷൻ 3x plus y less than or equal to 90. So 3x plus y is equal to 90, x plus x and y. So we want to find the values of x and y. We want to mark the points x and y on this graph. So x ഉം y ഉം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സിന് 0 കൊടുക്കുമ്പോൾ y എന്താകും എന്ന് നോക്കാം. നമുക്ക് 3 into 0 means 0 plus 90 is equal to 90. 0യുടെ കൂടെ 90 ആഡ് ചെയ്ത ആളാണ് 90 കിട്ടുക. സോ വൈന് 0 ഇട്ട് കൊടുക്കുക. y 0 ആകുമ്പോൾ 3ന്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്താലാണ് 90 കിട്ടുക? സോ 3 into 30 വുഡ് ബി 90. സോ എക്സിന്റെ വാല്യൂ 30 ആയിരിക്കും. കാരണം ഇവിടെ 3x ആണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എക്സ് മാത്രമല്ല, അവിടെ 3x ആണ്. അപ്പോൾ എക്സിന്റെ 3 ഇരട്ടിയാണ് അവിടെ. അപ്പോൾ എക്സിന്റെ ഇപ്പം വൈയുടെ വാല്യൂ 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂവിനേക്കാളും 3 ഇരട്ടി ഉണ്ടെങ്കിലേ 90 കിട്ടുള്ളൂ. അപ്പോൾ 3 into 30 വുഡ് ബി 90. ടു സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ എക്സിന് പകരം 30 ഇട്ട് കൊടുക്കുമ്പോൾ 3 into 30 വുഡ് ബി 90. സോ നമുക്ക് കിട്ടിയ വാല്യൂസ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 50 എന്ന പോയിന്റ് നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. സോ എക്സ് 0 ആകുമ്പോൾ വൈ 50 ആകുന്നു. അപ്പോൾ എക്സ് 0ഉം വൈ 50യുമായുള്ള പോയിന്റ് ഇതാണ്. ഈ പോയിന്റിലാണ് എക്സ് 0 ആകുന്നതും വൈ 50 ആകുന്നതും. സോ അതുകൊണ്ട് ആ പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കുക. സോ ഇവിടെ വേറെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് 50 ആൻഡ് വൈ 0. സോ എക്സ് 50യും വൈ 0 ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. സോ ഇവിടെ മാർക്ക് ചെയ്ത് നോക്കുക. ഈ 2 പോയിന്റ് ഉപയോഗിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈന് വരക്കുക. ഈ 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈന് വരക്കുക. എന്നിട്ട് അതിന്റെ ഗ്രാഫിന്റെ പേര് എഴുതുക. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 50 എന്ന് എഴുതുക. നെക്സ്റ്റ് ഇക്വേഷൻ പ്ലോട്ട് ചെയ്യുക. എക്സിന് 0 ആകുമ്പോൾ വൈ 90 ആകുന്നു.
അപ്പോൾ എക്സ് സീറോവും വൈ 90 പോയിന്റ് മാർക്ക് ചെയ്യുക. ഇതിവിടെ എക്സ് 0 ആകുമ്പോൾ വൈ 90 ആകുന്നു. അതുകൊണ്ട് ഇതാണ് പോയിന്റ്. അപ്പോൾ ഇവിടെ എക്സ് 30 ആകുമ്പോൾ വൈ 0 ആകുന്നു. വൈ 0 ആയുള്ള പോയിന്റ് ഇവിടെയാണ്. എക്സ് 30 10 20 30 ഉള്ള പോയിന്റ് ഇതാണ്. സോ കണക്ട് ദീസ്, ജോയിൻ ദീസ് പോയിന്റ്സ് ആൻഡ് പാസ് ആൻഡ് ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ അക്രോസ് ഇറ്റ്. അപ്പം ഈ രണ്ട് ലൈനും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈന് വരക്കുക. അപ്പോൾ ആ ലൈന് 3x plus y is equal to 90 എന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏത് പോയിന്റാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കണം. അതുകൊണ്ട് ഏത് പോയിന്റിലൂടെയാണ് ലൈന് പാസ് ചെയ്യുന്നതെന്നും ഈ ഇക്വേഷൻ, ഈ കൺസ്ട്രെയിൻസിന്റെ ഉള്ളിലുള്ള പോയിന്റ് ഏതാണെന്നും നമുക്ക് രേഖപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എക്സിനും വൈനും 0 എന്നുള്ള വാല്യൂ കൊടുക്കുക. ഇങ്ങക്ക് ഏത് ഇഷ്ടമുള്ള വാല്യൂ നമുക്ക് കൊടുക്കാം, പക്ഷേ ഫോർ മൈ കൺവീനിയൻസ് 0 ആയിട്ട് ഞാൻ കൊടുക്കുകയാണ്. സോ ഹിയർ 0, എക്സും വൈയും 0 ആയി കൊടുത്തിട്ടുണ്ടെങ്കിൽ 0 plus 0 would be 0. 0 less than or equal to 50. സോ ഇവിടെ ഈ ഇക്വേഷനിൽ 0 കൊടുക്കുമ്പോൾ 3 into 0, 0 plus 0 less than or equal to 90. സോ ഇക്വേഷൻ ഇനി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രാഫിന്റെ ഈ ഭാഗത്തോട്ട്, ഒറിജിൻ ഭാഗത്തോട്ടായിരിക്കും ഗ്രാഫിന്റെ ഇക്വേഷൻ വരുന്നത്. ഈ ഇക്വേഷൻ അഥവാ സോൾവ് ചെയ്യുന്നില്ലെങ്കിൽ ഗ്രാഫിന്റെ പുറത്തുള്ള റീജിയൻ ആയിരിക്കും ഏരിയ എന്ന് പറയുന്നത്. പുറത്തുള്ള റീജിയൻ ആയിരിക്കും സോൾവിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോൾവ്ഡ് ഏരിയ അല്ലെങ്കിൽ ഷേഡഡ് പോർഷൻ എന്ന് പറയുന്നത് പുറത്തുള്ള ഏരിയ ആയിരിക്കും. സോ ഇവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. അപ്പോൾ ഈ ഒരു കാര്യം ട്രൂ ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം 0 50യേക്കാളും കുറവുള്ള ഒരു ഡിജിറ്റ് ആണ്. 0 ലെസ് ദാൻ ഓർ 90. This statement is also true because 90 is lesser than 0 is less than that of 90. 90-നെക്കാട്ടും കുറവാണ് 0, 50-നെക്കാട്ടും കുറവാണ് 0. So these two statements are true. So the graph would be near to the origin. So ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. x plus y എന്ന ഈ ഗ്രാഫിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയതുകൊണ്ട് ഗ്രാഫ് ഇങ്ങോട്ടായിരിക്കും അതിന്റെ സൊല്യൂഷൻ ഏരിയ വരുന്നത്. പിന്നെ 3x plus y എന്ന ഗ്രാഫ്, 3x plus y എന്ന ഈ ലൈനിന്റെ ഇക്വേഷൻ ട്രൂ ആയതുകൊണ്ട് അതിന്റെ സോൾവിങ് ഏരിയ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ലൈനിനും കോമൺ ആയി വരുന്ന ഈ റീജിയൻ ആയിരിക്കും അതിന്റെ സോൾവിങ് ഏരിയ എന്ന് പറയുന്നത്, ഓർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ നാല് ഭാഗത്തിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക എന്നതാണ് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സൊല്യൂഷൻ ഭാഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ 4 പോയിന്റും, ഇല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ഈ 3 പോയിന്റും കണ്ടുപിടിക്കുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. സോ എ എന്ന പോയിന്റ് ഒറിജിൻ ആയതുകൊണ്ട് 0 0 ആയിരിക്കും അതിന്റെ പോയിന്റ്. ബി എന്ന് പറയുന്ന പോയിന്റ് 30 0-ലാണ് വരുന്നത്. കാരണം എക്സ് ആക്സിസിലാണുള്ളത് ആൻഡ് വൈ ആക്സിസ് ഇസ് 0. സോ 30 0 ആണ് ബി. ഡി എന്ന് പറയുന്നത് 0 50 ആണ്. 0 ഒറിജിനിലാണ് ഉള്ളത്, വൈ ആക്സിസിലായതുകൊണ്ട് 0 ആൻഡ് എക്സ് ആക്സിസിൽ അല്ലാത്തത് കൊണ്ട് എക്സ് ആക്സിസ് 0-ഉം വൈ ആക്സിസിലായതുകൊണ്ട് വൈ 50-യുമായി കിട്ടുന്നു. അതുകൊണ്ട് ഡി എന്ന് പറയുന്നത് പോയിന്റ് 0 50 ആകുന്നു. പിന്നെ സി എന്ന പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ മൈനസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 50, 3x plus y is equal to 90. സോ ഇക്വേഷനിൽ നിന്ന് മൈനസ് ചെയ്യാം. ഈ y പോക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ
3x നിന്ന് x മൈനസ് ചെയ്യുമ്പോൾ 2x കിട്ടും. പിന്നെ ഈ വൈയും ഈ വൈയും ക്യാൻസൽ ഔട്ട് ആയി പോകും, കാരണം ഇത് ഒരേ സൈനാണ്. y മൈനസ് y ഇസ് ഈക്വൽ ടു 0. സോ 90 നിന്ന് 50 കുറച്ചാൽ 40 ആണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് x ഇസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 20. സോ ഇതേ എക്സിന്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 ഇടുമ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. സോ 20 പ്ലസ് y ഇസ് ഈക്വൽ ടു 50. y ഇസ് ഈക്വൽ ടു 50 മൈനസ് 20 ഇസ് ഈക്വൽ ടു 30. സോ സിയുടെ വാല്യൂ 20,30 എന്ന് കിട്ടും. സോ എങ്ങനെയാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുക 20,30? 20 എക്സ് ആക്സിസിലും 30 വൈ ആക്സിസിലുമുള്ള പോയിന്റ് ആയിരിക്കും സി. അതുകൊണ്ട് എ എന്ന പോയിന്റ് 0 0, ബി എന്ന പോയിന്റ് 30 0, സി എന്ന പോയിന്റ് 20 30 ആൻഡ് ഡി എന്ന പോയിന്റ് 0 50. ഈ ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ ഏതാണ് ഷെയ്ഡഡ് പോർഷൻ എന്നും അതിന്റെ നാല് സൈഡിന്റെ കോർഡിനേറ്റ്സിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ z ഇസ് ഈക്വൽ ടു 4xy എന്ന ഇക്വേഷൻ വെച്ച് ഏത് നമ്പറാണ് ഏറ്റവും മാക്സിമം, ഏത് പോയിന്റാണ് ഏറ്റവും മാക്സിമം ആയി നിൽക്കുന്നത് എന്നാണ് നമുക്ക് ഇനി അടുത്ത് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോ പോയിന്റും എടുത്തെഴുതുക. x ഇസ് ഈക്വൽ ടു 4x പ്ലസ് y ആണ്. a എന്ന് പറയുന്ന പോയിന്റ് 0 0 ഒറിജിൻ ആണ്. b എന്ന് പറയുന്ന പോയിന്റ് 30 0, c എന്ന് പറയുന്ന 20 30, d എന്ന് പറയുന്നത് 0 50. ഇപ്പോൾ ചെയ്യേണ്ടത് എക്സിനും വൈനും ഈ വാല്യൂസ് കൊടുക്കുക. 4 into 0 plus 0 is equal to 0. ഇനി ബി 4 into 30, എക്സിന് പകരം 30 കൊടുക്കുക, പ്ലസ് 0 is equal to 120. 4 into 20, എക്സിന് പകരം 20 കൊടുക്കുന്നു, പ്ലസ് വൈക്ക് പകരം 30 കൊടുക്കുന്നു. സോ 4 into 20 would be 80, 80 plus 10 would be 110. So next D, the point D, 4 into 0, കാരണം എക്സ് 0 ആയതുകൊണ്ടാണ് എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുന്നത്, പ്ലസ് വൈയുടെ സ്ഥാനത്ത് 15. സോ 4 into 0 plus 50 is equal to 50. അപ്പോൾ എ ബി സി ഡി എന്ന പോയിന്റിൽ ഏറ്റവും വാല്യൂ കൂടിയ പോയിന്റ് ഏതാണ്? ഏറ്റവും വാല്യൂ കൂടിയ പോയിന്റ് ബി ആണ്. അതുകൊണ്ട് മാക്സിമൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള പോർഷൻ ആയിരിക്കണം ആദ്യം എഴുതേണ്ടത്. സോ ഏറ്റവും മാക്സിമം ഉള്ള വാല്യൂ ഉള്ള പോർഷൻ എന്ന് പറയുന്നത് ബി ആണ്. ബി 30 0. അപ്പോൾ 6 മാർക്കിന്റെ ഒരു ഗ്രാഫ് ക്വസ്റ്റ്യൻ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. നമുക്ക് ഒരു ഗ്രാഫ് ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോൾവ് യൂസിങ് ഗ്രാഫ് 5x plus y less than or equal to 100, x plus y less than or equal to 60. So 5x plus y is equal to 100, x plus y is equal to 60. അപ്പോൾ ഇവിടെ എക്സും വൈയും കണ്ടുപിടിക്കണം. എക്സിന് 0 കൊടുക്കുമ്പോൾ 5 into 0 would be 0. അപ്പോൾ എത്ര ആഡ് ചെയ്യണം? 100 കിട്ടാൻ. 0നോട് 100 ആഡ് ചെയ്യണം 100 കിട്ടാൻ. സോ y ഇവിടെ 0 ആകുന്നു. y ഇവിടെ 0 ആകുമ്പോൾ 5ന്റെ കൂടെ എത്ര എക്സ് ഇൻറ്റു ചെയ്താലാണ് 100 കിട്ടും? 5 into 20 is equal to 100. 5x is equal to 100, x is equal to 100 divided by 5 എന്നും ചെയ്യാം. സോ x 20 ആകുന്നു, y 0 ആകുമ്പോൾ x 20 ആകുന്നു. x plus y is equal to 60. സോ എക്സിന് 0 കൊടുത്താൽ y 60 ആകുന്നു, yന് 0 കൊടുത്താൽ x 60 ആകുന്നു. സോ എക്സ് പ്ലസ് വൈന്റെ ഗ്രാഫും 5x പ്ലസ് വൈയുടെ ഗ്രാഫും എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത് നോക്കാം. 5x പ്ലസ് വൈയുടെ എക്സ് വൈയിൽ നമുക്ക് നോക്കാം. എക്സ് 0 ആകുമ്പോൾ y 100 ആണ്. എക്സ് 0 ആൻഡ് y 100 ഇതാണ് പോയിന്റ് വരിക. ആൻഡ് എക്സ് 20 ആകുമ്പോൾ y 0 ആണ്. എക്സ് 20 ആകുമ്പോൾ y 0 ആണ്. ഈ പോയിന്റ് ആയിരിക്കും വരിക. അപ്പം ഈ പോയിന്റും കൂട്ടി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. അതിനെ 5x plus y is equal to 100 എന്ന് എഴുതുക. Then next x plus y is equal to 60. എക്സും വൈയും നോക്കുക. എക്സ് 0 ആകുമ്പോൾ y 60 ആകുന്നു. എക്സ് 0 ആകുമ്പോൾ y 60 ആകുന്നു. എക്സ് 60 ആകുമ്പോൾ y 0 ആകുന്നു. എക്സ് 60 ആകുമ്പോൾ y becomes 0. സോ ഈ പോയിന്റും അതിന് കൂടെയാണ് ലൈൻ പാസ് ചെയ്യുക. അപ്പോൾ
ഈ രണ്ട് ലൈനും പോയിന്റും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. സോ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ഇനീക്വാലിറ്റീസ് ആണ്. ഇനീക്വാലിറ്റീസ് മാച്ച് ആവുന്നുണ്ടോ നോക്കുക. അതിനുവേണ്ടി എക്സിനും വൈനും 0 എന്ന വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെയും 0 ഇവിടെയും 0 കൊടുക്കുമ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് വരും. അപ്പോൾ ഇറ്റ് സാറ്റിസ്ഫൈസ് ഇറ്റ് ബിക്കോസ് 0 100-നെക്കാട്ടും ചെറുതാണ്. എക്സ് പ്ലസ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. 0 60-നെക്കാട്ടും കുറവാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് ശരിയാകും തോറും സൊല്യൂഷന്റെ പാർട്ട് നേരെ ഒറിജിനിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെയും ട്രൂ ആണ്, ഇവിടെയും ട്രൂ ആണ്. അപ്പോൾ സൊല്യൂഷൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഏരിയയാണ് സൊല്യൂഷൻ പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സൊല്യൂഷൻ പാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ 4 കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ പണി. എ കോർഡിനേറ്റ് 0 0, ബി 20 0 ആൻഡ് ഡി 60 0. ഇനി സിയുടെ കോർഡിനേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം 5x plus y എന്ന ഇക്വേഷൻ 5x plus y is equal to 100 എന്ന ഇക്വേഷനും x plus y is equal to 60 എന്ന ഇക്വേഷനും ഒരുമിച്ച് എഴുതുക. ഈ പ്ലസ് വൈ ആൻഡ് മൈനസ് പ്ലസ് വൈ ക്യാൻസൽ ആക്കാൻ വേണ്ടി മൈനസ് കൊണ്ട് ഇതിനെ ഈ ഇക്വേഷൻ മൊത്തത്തിൽ മൈനസ് ചെയ്യുക. സോ 5x minus 4x is equal to 4x. 5x ന്ന് x മൈനസ് ചെയ്താൽ 4x കിട്ടും. y minus y would be cancel out, രണ്ടും വെട്ടിപ്പോകും. 100 ന്ന് 60 കുറച്ചാൽ 40 കിട്ടും. സോ x is equal to 40 divided by 4. സോ 40 divided by 4 would be 10. സോ എക്സിന്റെ വാല്യൂ 10 ആയി കിട്ടി. സോ എക്സിന്റെ വാല്യൂ 10 ആയി കിട്ടിയാൽ ഇത് ഏത് ഇക്വേഷൻ ആണെങ്കിലും 1 ആണെങ്കിലും 2 ഇട്ട് എക്സിന്റെ വൈയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. എക്സ് 10 ആവുമ്പോൾ സോ ഐ ആം പുട്ടിങ് എക്സ് ഇൻ ദിസ് ഇക്വേഷൻ നമ്പർ 2. സോ എക്സ് ഇസ് ഈക്വൽ ടു 10 ആൻഡ് വൈ നമുക്ക് കണ്ടുപിടിക്കണം. 10 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 60. വൈ ഇസ് ഈക്വൽ ടു 60 മൈനസ് 10 പ്ലസ് 10 ഇപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 10 ആവും. 60 minus 10 would be 50. So the point C would be 10 50. So A എന്ന് പറയുന്ന പോയിന്റ് 0 0 എന്നും B എന്ന് പറയുന്ന പോയിന്റ് 20 0 എന്നും C എന്ന് പറയുന്ന പോയിന്റ് 10 50 എന്നും D എന്ന് പറയുന്ന പോയിന്റ് 60 0 എന്നും നമുക്ക് കിട്ടുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിനെ മാക്സിമൈസും മിനിമൈസും ചെയ്യുന്നതാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോസസ് ആണ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ആണ്. ഈ 4 സൈഡിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മാക്സിമൈസ് ചെയ്യാനുള്ള ഡിഗ്രി z is equal to 7x plus 3y. അതിലെ മാക്സിമൈസ്ഡ് പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടിയ പോയിന്റ് കണ്ടുപിടിക്കുന്നതാണ് അടുത്ത് ചെയ്യേണ്ടത്. ഒന്നും ഇല്ല, ഈ എക്സിനും വൈനും പകരം ഈ വാല്യൂസ് അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. 7 into 0 plus 0 is equal to 0. 7 into 20, എക്സിന്റെ വാല്യൂ 20 plus 0 is equal. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഇവിടെ 0 60 ആണ് വേണ്ടത്, ഞാൻ 60 0 എന്നാണ് എഴുതി കൊടുത്തത്. ഓക്കെ, സോ 60 0 എന്നുള്ള സ്ഥലത്ത് 0 60 എന്ന് ആക്കി മാറ്റുക. സോ 7 into 0, എക്സിന് ഒരു 0 കൊടുക്കുക, പ്ലസ് 60 is equal to 60. സോ ഡി അല്ല, ബി വുഡ് ബി ദ മാക്സിമൈസ് പോയിന്റ്. കാരണം ഇവിടെ ഏറ്റവും വലുത് ബി ആണ്. സോറി ഫോർ ദ മിസ്റ്റേക്ക്, ഇവിടെ മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. 0 60 ആണ്. സോ ബി വുഡ് ബി ദ മാക്സിമൈസ് പോയിന്റ്. സോ ഏറ്റവും എളുപ്പത്തിൽ 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ചാപ്റ്റർ ആണ് ലീനിയർ ഇനീക്വാലിറ്റീസ്. ഇന്റഗ്രലിനെ സംബന്ധിച്ചിടത്തോളം, ഇന്റഗ്രലിനെ നോക്കിക്കാണുന്നിടത്തോളം നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗിൽ ഈ ചെറിയൊരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ 6 മാർക്ക് കിട്ടുന്നതാണ്. സോ ഇഫ് യു വാണ്ട് ടു സ്കിപ്പ് integrals, you want to definitely focus on the 6 mark question. This is 6 mark question. ഈ 6 mark question നോക്കിയിട്ടുണ്ടെങ്കിൽ sometimes you can skip the 6 mark questions of integral. So hope you enjoyed this video. Thank you.